അയ്യോ, ഇത് മിസ്റ്റർ ഐമന സിദ്ധാർത്ഥനല്ലേ? ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം. പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് താങ്കളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത്. ഇപ്പോൾ ഡോക്ടർ വിമല രാമനാഥന്റെ സ്ഥാനാർത്ഥിത്വത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരായാലും ആരായാലും പിണറായി വിജയന്റെ അത്രയും വരില്ല. അദ്ദേഹം കേരളത്തിന്റെ സമ്പന്നതനായ നേതാവെന്ന് ഞാൻ ഉൾപ്പെടെ വിശ്വസിക്കുന്നു. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിച്ച ആളല്ലേ, കുഴപ്പക്കാരനല്ല. രാജീവ് ചന്ദ്രശേഖരായാലും ആരായാലും പിണറായി വിജയന്റെ അത്രയും വരില്ല. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിച്ച ആളല്ലേ, കുഴപ്പക്കാരനല്ല. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ചന്ദ്രശേഖരൻ കുഴപ്പക്കാരനല്ല. ഈ മൂന്നെണ്ണം ഇവിടെ ഒന്നും ചെയ്യൂല. മനസ്സിലാക്കി കളഞ്ഞല്ല. നമസ്കാരം. ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ അധികാരമേൽക്കുമ്പോൾ ജനങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ബി.ജെ.പിക്ക് കേരളത്തിൽ ചുവടുറപ്പിക്കാൻ കഴിയുമോ? പൊതുജനാഭിപ്രായം എന്തെന്ന് കേൾക്കാം. എൻ്റെ അറിവിൽ പുള്ളിക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിട്ട് അറിവില്ല. അദ്ദേഹം നല്ല ഒരു ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ശ്രമിക്കുന്നിടത്തെല്ലാം പരാജയപ്പെടുന്നുള്ളതല്ലാതെ അവരുടെ ഇതാ. ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തെന്ന് വെച്ചിട്ട് പുതുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇവിടെ പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഏകദേശം എല്ലാ പാർട്ടിയിലും നേതാക്കന്മാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയൊരു നേതാവ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമെന്തെങ്കിലും ഉണ്ടോയെന്ന് കേട്ടാൽ എനിക്കതിനെക്കുറിച്ച് അധികമൊന്നും പറയാനില്ല. ഇല്ലെന്നാണ് എൻ്റെ ചിന്ത. എൻ്റെ അറിവിൽ പുള്ളിക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിട്ട് അറിവില്ല. ഇനിയിപ്പോൾ വികസന സാധ്യതകൾ ചിലപ്പം പറ്റിയേക്കും. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ചിലപ്പം ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും ഒരു അജണ്ട ആയിരിക്കാം. നമുക്ക് സാധാരണക്കാർക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നിലവിൽ രാജീവ് ചന്ദ്രശേഖർ നായർ എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റീഷ്യനോ അയാളുടെ ബിസിനസ്സോ അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് കേരളത്തിൽ ബി.ജെ.പി ചുവടുറപ്പിക്കുമോ എന്ന് നമുക്കൊരു സാധാരണക്കാരന് പറയാൻ പറ്റില്ല. അവരുടെ അജണ്ട വേറെ ആയിരിക്കാം. അദ്ദേഹം നല്ല ഒരു വ്യക്തിയാണ്. മാത്രമല്ല രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രതിജ്ഞാബദ്ധനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രംഗപ്രവേശം എന്ന് പറയുന്നത് പാർട്ടിക്ക് മാത്രമല്ല അണികൾക്കും വളരെയധികം ഒരു പ്രചോദനകരമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. അണികൾക്കെല്ലാം നല്ലൊരു ആവേശം തീർച്ചയായിട്ടും ഉണ്ടാവും. രാജീവ് ചന്ദ്രശേഖരായാലും ആരായാലും പിണറായി വിജയൻ്റെ അത്രയും വരില്ല. അദ്ദേഹം കേരളത്തിൻ്റെ സമ്പന്നതനായ നേതാവെന്ന് ഞാൻ ഉൾപ്പെടെ വിശ്വസിക്കുന്നു. എനിക്കതല്ലേ പറയാൻ പറ്റൂ. പിന്നെ മറ്റാരും വരണ്ടെന്ന് പറയാനുള്ള അധികാരവും എനിക്കില്ല. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിച്ച ആളല്ലേ, കുഴപ്പക്കാരനല്ല. അപ്പം കുറച്ചുകൂടിയൊക്കെ നമുക്ക് കേരളത്തിലെ വികസനങ്ങൾ ഉണ്ടാക്കാൻ പ്രചോദനം മറ്റൊരാൾ വിമർശിക്കുമെന്ന് തോന്നുമ്പോൾ ഉണ്ടാകണം. ഇന്നലെ വരെ അങ്ങനെയാണ്. ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. ഈ മൂന്നെണ്ണം ഇവിടെ ഒന്നും ചെയ്യൂല. ജനങ്ങളെ പറ്റിക്കല്ലാതെ ഒരു പരിപാടി നടക്കില്ല. മൂന്ന് പേരും സാധാരണക്കാർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. 4 വർഷം കൊണ്ട് കേന്ദ്രം ഭരിക്കുകയില്ലേ, എന്തൊരു മാറ്റം ഉണ്ടായി? കേരളത്തിന് എന്തൊരു മാറ്റം ഉണ്ടായി? അത് മാത്രമല്ല, ഇവിടെ ഈ നരേന്ദ്രമോദിയും പിണറായി വിജയനും അളിയനുമാണ് പറയുന്ന ആൾക്കാർ. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവുന്ന ഒരു സംശയമില്ല, മാറ്റമില്ല. 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞ് വർഷം 10ആയി. ഒരു സാധനം വാങ്ങിക്കാൻ വയ്യ, വിലക്കയറ്റം. സാധാരണ അതുമാത്രമല്ല, കൊച്ചു പിള്ളേർ അതിക്രമം കണ്ടില്ലേ? കൊച്ചു മക്കളെ എങ്ങനെ സ്കൂളിലോ കോളേജിലോ വിടും? പറഞ്ഞതാ. ഇതിന് ആരുത്തരം പറയും? കാര്യം പോലീസും പട്ടാളവും കോടതി വരെ ഈ രാഷ്ട്രീയക്കാരെ പോലെ കയ്യിരിക്കുകയാണ്. എന്തിനാകും? സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി അടുത്ത നമ്മളിങ്ങനെയാണ് പോകുന്നത്. അടുത്ത തലമുറയാണെങ്കിൽ ഇതിനേക്കാളും കഷ്ടമായിരിക്കും. ഒരു ബി.ജെ.പിയുടെ നേതാവ് വന്നുകൊണ്ടാ, ഒരു കോൺഗ്രസിൻ്റെ നേതാവ് വന്നുകൊണ്ടാ, CPM-ൻ്റെ നേതാവ് വന്നുകൊണ്ടാ ഇതൊന്നും മാറില്ല. കേരളത്തിൽ അവർ ക്ലച്ച് പിടിക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇടതും വലതുമാണ് ഇവിടെ മെയിനായിട്ട്. അവർ പിന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്രമിക്കുന്നിടത്തെല്ലാം പരാജയപ്പെടുന്നുള്ളതല്ലാതെ അവരുടെ ഇതാ മറ്റേ സാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അറിവിൽ അങ്ങനെയാണ്. പല ഇതിലും നമുക്കറിയാമല്ലോ, പല ഇതിലും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയിലേക്ക് പുതിയ അധികാരി വരുമ്പോൾ കേന്ദ്രത്തെ പോലെ കേരളത്തിലും ചുവടുറപ്പിക്കാൻ ബി.ജെ.പിക്ക് കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്.